ഗൈസ്, വീടിൻ്റെ കന്നിമൂലയിൽ ആരോ ഒരു കോഴിയുടെ മുട്ട അതോ പാമ്പിൻ്റെ മുട്ട എനിക്കറിയില്ല, സീനു അത് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ ഈ ഇത്രയും ഒളിപ്പിച്ച് ഇവിടെ കൊടുന്നൊരു മുട്ട പാത്തക്കണമെങ്കിൽ ഇത് എന്തിൻ്റെ മുട്ടയാണ്? ഉമ്മ പറയുന്നത് എന്താണ്? കൂടോത്രാണ്. ഇപ്പൊ ട്രെൻഡ് ആയിക്കണ്. ഇപ്പൊ എഴുത്തില്ലാത്ത മുട്ട വരല്. ഓൾറെഡി എനിക്ക് പിരാന്ത് ഉണ്ട്. വേണ്ട വേണ്ട, ഉമ്മ പറയണ അതിന് കൊടുക്കണ്ടാന്ന്. അപ്പൊ മരുവൾക്ക് എന്തും പറ്റിക്കോട്ടെ. അതെന്തേ? അപ്പൊ ഈ എടുക്കാൻ പറ്റാത്തൊക്കെ പോയിട്ട് എടുക്കണോ? അതെന്തിനപ്പൊ ഇജ്ജ് എടുത്ത്? ഞമ്മളോട് കോഴിണ്ടോ? എവിടെ? ഇവിടെ 4 പുറത്ത് എവിടെ കോഴിയുള്ളത്? ചിന്നി ചേച്ചിൻ്റെ അവിടെ കോഴിയില്ല, ഈ പെരയിൽ കോഴിയില്ല. പിന്നെ അവിടുത്തെ കോഴികൾ ഇങ്ങോട്ട് വരൂല്ല. പിന്നെ എവിടുന്ന് ഈ മുട്ട വരും ഇവിടെ? പാമ്പിന് ഇത്ര വലിയ മുട്ട ഉണ്ടാവില്ല. ഇത്ര വലിയ മുട്ട അതാണ്ടോ ഏകദേശം. ഇവിടെ ഒരു മുട്ട ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ പോയിട്ട് അത് എടുത്തുക്കണേ. ഞാൻ അത് കണ്ടിട്ട് ഞാൻ എടുക്കാതെ പോയതാണ്. അപ്പൊ ഇതൊക്കെ പോയി എടുക്കാൻ നിക്കണോ? കൊഴപ്പല്ല, നിങ്ങളിപ്പോ കാണിച്ചു തന്നില്ലേ? മറ്റു വേറെ രസം അല്ലാ അലയാജൊന്നും പോയി എടുക്കല്ലോ അത്. ഇജെല്ലാം എടുത്തത് ഇജെന്നെ എടുത്തിട്ടോളോ. ഇജ് പൊട്ടിച്ചോക്കെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ചുവത്ത കളറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, ഞാൻ ഇന്നെ പറ്റിയാക്കിൽ വിടാ. അതെടുക്ക്, വലിച്ചെറി, പൊട്ടിക്കണ്ട. അത് പാമ്പ് പാമ്പ്. അത് നിക്ക്, ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കാണി. അതുകൊണ്ട് എന്ത്? ജോ പുതിയ പേര് വെച്ചപ്പോ ആരോ കൂടോത്രം ചെയ്തു അല്ലേ? ആർക്കാ നമ്മളോട് ഇത്ര ശത്രുത ഗൈസ്? ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ ശത്രുവാണ്. എൻ്റെ കൂടെ പോകില്ല, അവിടെ കൊണ്ട് എപ്പോഴാ പോണ്? ആ കത്തറ കൂടുന്ന പെട്ടിയിൽ പാക്ക് ചെയ്തിട്ട് പോയിക്കോളി. അരിക്കൊക്കെ ഉണ്ട്, എറിഞ്ഞു നോക്കിയത്. എറിഞ്ഞ എന്താ ഉണ്ടാവുക? പടച്ചോനെ, അന്ധവിശ്വാസത്തിന്റെ കൂമ്പാരാണല്ലോ ഇവിടെ ഇരിക്കണ എല്ലാരും. നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസം ഇങ്ങനെ കൂടുതലാ? അന്ധവിശ്വാസം കൂടുതലല്ല, അവിടേക്ക് അറിയല്ലേ, അവന് തൊടിയൊക്കെ അറിയില്ലേ? ഇതിപ്പോ ഇത് പൊട്ടാനത്ത് എനിക്കൊരു സമാധാനമല്ല. നമുക്കൊന്നൊരു ഓംപ്ലേറ്റ് അടിച്ചു തന്നാലോ? ഗൈസ്, എന്നെ സംബന്ധിച്ചിട്ട് കോഴിയുടെ മുട്ടയാണ്, നല്ല നാടൻ മുട്ടയാണ്. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് ഇതാക്കാൻ വേണ്ടി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മേത്ത് തട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അങ്ങനെ കിട്ടുമോ? ഇന്നത്തെ നിങ്ങൾക്ക് തന്നെ ചെയ്തവർക്ക് തന്നെ കിട്ടും. ഇതിപ്പോ കോഴി ഇട്ടെടുക്കുകയാണെങ്കിൽ കോഴിക്ക് വേറെ മുട്ട കിട്ടുമോ? ഇതിപ്പോ കോഴിയാണല്ലോ ഇട്ട മുട്ട. കാക്ക കൊണ്ടുപോയ കാക്കൊക്കെ കിട്ടാ? അല്ല, ഒരു സാധനം പൊട്ടിച്ചാൻ പാടില്ല. എന്നാൽ ഈ വീടിന്റെ മൂലക്കിൽ കൊടുന്ന് വെക്കോ? മൂലക്ക് വെച്ചാ എന്നാലും എന്നോട് പറഞ്ഞോടാ, മൂലക്ക് ഒരു മുട്ട കൊടുന്ന് വെച്ചോന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ഈ മുട്ട ഞാൻ തൽക്കാലം ഇവിടെ വെക്കുന്നുണ്ട്. ചലഞ്ച് ചെയ്യണവരെ ആരൊക്കെ കൊണ്ടുപോയിക്കോളി. നമുക്ക് ആവുകയാണെങ്കിൽ എല്ലാവർക്കും പിരാന്താവണമെന്നാ. ഇതും പിടിച്ചു, ഓളും പിടിച്ചു. അടുക്കളയല്ലേ, അടുക്കള ഇന്നൊന്നും ഉണ്ടായിരുന്നാണി എന്നാലെയാ. വേണ്ട, പിരാന്താവാണെങ്കിൽ ഞങ്ങളെ നോക്കാനുള്ള ആൾക്കാരാ. നിങ്ങൾക്കും പിരാന്തായ മൊത്തത്തിൽ പിരാന്താവും. ഓൾറെഡി പിരാന്തുള്ളോലെ ഇവിടെ ഉള്ളത്. അങ്ങനെ ഗൈസ്, ആരും
ഒന്നും വേണ്ട ആവശ്യമില്ല. ക്യാമറ കൊണ്ടുണ്ട്, ഞാൻ നോക്കട്ടെ ആരെ ഇവിടെ കൊടുത്ത് വെച്ചിരിക്കുന്നത്. കോഴി ഇട്ടതാണോ? ഇനി എത്ര ദിവസം മുന്നേ ഇവിടെ ഉണ്ട്? ഞാൻ ഇന്നലെ കണ്ടേ. ഇന്നലെ കണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഈ ക്യാമറയിൽ കൊടുക്കേണ്ടതാണ്. ഇനി വെച്ചോലാണെന്നുണ്ടെങ്കിൽ, എറിഞ്ഞോലാണെന്നുണ്ടെങ്കിൽ, വിട്ടോലാണെന്നുണ്ടെങ്കിലും ക്യാമറ 4 പുറത്തെ പെര വരെ എത്തും, അറിയോ? നിങ്ങൾ ഇതിനെ പോണത് വരെ ഇതിൽ കിട്ടുന്നുണ്ട്. CC ക്യാമറ നോക്കി കഴിഞ്ഞു. മുട്ടന്റെ അടുത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ. മുട്ടന്റെ അടുത്ത് ഞാൻ ഒരാളെ കണ്ടുള്ളൂ. ആ ആള് മുട്ട തൊടണില്ല, മുട്ട കുട്ടിക്ക് കൊടുക്കാൻ അയക്കണില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അല്ലാ, ചെറുക്കാൻ വയ്യ. എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടുന്ന് കാക്ക കൊണ്ടുപോയിട്ട് സൺസൈഡും അവിടെ സൺസൈഡ് ഇല്ലല്ലോ, അവിടെ ചിമ്മിന് ഒറ്റയടിക്കല്ലേ പോലെ. അവിടെ സൺസൈഡ് ഇല്ലേ, അവിടെ ചിമ്മിന്റെ മുകളിലാണ് സൺസൈഡേ. എനിക്ക് തോന്നുന്നു കാക്ക അവിടെ നിർത്തോടുന്നു. അപ്പൊ കാക്ക കൊത്താൻ വേണ്ടി നോക്കിയാൽ കാക്കക്ക് കിട്ടാതെ നേരെ പുല്ലിക്ക് വീണപ്പോ പുല്ലിന്ന് അത് പൊട്ടിയില്ല. അങ്ങനെ എല്ലാവരും സമാധാനിച്ചിരിക്കും. അല്ലാതെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പഠിച്ചുവിനായിക്കോളെ, നമുക്കൊന്നും അറിയില്ല അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും തൊട്ട കൂട്ടത്തിൽ ഇനി അജു മാത്രമല്ല ഞാനും തൊട്ടിക്കണേ. ഉമ്മ മാത്രമാണ് ഇതിൽ തൊടാത്തത്. അത് നിങ്ങൾ തൊടാത്ത ഉമ്മ പറയും ഉമ്മക്ക് അല്ലെങ്കിൽ വെച്ചാന്ന്. ഗൈസ്, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഞാനൊരു ഫണ്ണി ആയി നന്നായി. ഗൈസ്, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഫണ്ണി ആയിട്ട് എല്ലാവരും കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിലൊന്നും വലിയ ഇതില്ല. നമുക്ക് ഇതുവരെ അങ്ങനെ ആരും അനുഭവം ഉണ്ടായിട്ടില്ല. ഉമ്മാക്ക് അനുഭവം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. അനുഭവം ഉള്ളവർക്കാണ് ഇങ്ങനെ പേടി ഉണ്ടാവുക. ഇല്ലാത്തവരും ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ അനുഭവം ആവും. ഇതുവരെ നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും കുറ്റം പറയാനൊന്നുമില്ല. കിട്ടും, എന്തായാലും നമുക്ക് കിട്ടൂലേ. എന്തായാലും ഗായ്സ്, അങ്ങനെയൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തു എന്ന് പറയല്ല കേട്ടോ. നമുക്കിത് എന്താ ക്യാമറ നോക്കിയിട്ടൊന്നും ഐഡിയ കിട്ടുന്നില്ല ഗായ്സ്. ഇത് കോഴി ഇട്ടതാണോ കാക്കട്ടതാണോ മനുഷ്യന്മാരിട്ടാണോ എന്നൊന്നും ഒരു പിടുത്തം കിട്ടണില്ല. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കടാ ഉണ്ണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. എനിക്കാണെന്നുണ്ടെങ്കിൽ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽക്കൊന്നും നോക്കാൻ നിൽക്കണില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ ആൾക്കാർ പറയും ഈ കണ്ടന്റിന് വേണ്ടി ന്യൂഫലി മുട്ടിട്ടാണ് പറയുമോ? ഈ മുട്ട ആദ്യം കണ്ടതാരാ അല്ലേ? അവസാനം കണ്ടതാരാ? ഇത് ക്യാമറയിൽ വന്നത് ആരാ? കുട്ടിക്ക് ഈ മുട്ട തൊടാത്തതും ആരാ? ഞാനും കുട്ടിക്ക് കൊടുക്കില്ല. കുട്ടിക്ക് ആരോഗ്യമില്ല. ചെറിയ കുട്ടി ഞാൻ തള്ളേ. ഈ മുട്ട ആദ്യം കണ്ടത് നിങ്ങള്, അവസാനം കണ്ടത് നിങ്ങള്, ഇത് നനച്ചതും നിങ്ങള്. ഇതിന്റെ ഇതിന്റെ എഴുത്ത് മായ്ച്ചതും നിങ്ങള്, ഇത് തൊടാത്ത ആളും നിങ്ങള്, ഇത് കുട്ടിക്ക് തൊടാനയക്കാതെ ഞങ്ങളത് കൊണ്ട് തൊടിപ്പിച്ചതും നിങ്ങള്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാ? അല്ല, എന്തായാലും അല്ല, ഇതിപ്പോ വീഡിയോ എടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സംഭാഷണം ഉണ്ടാക്കൂട്ടോ. ആ ഒരു സംഭാഷണം വീഡിയോ എടുത്തപ്പോൾ രസകരമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാൻ ഭാഗം ഉണ്ടായിക്കോട്ടെ ചെയ്താണ്. എന്തായാലും സത്യവാസിയോ അല്ല, അന്ധവിശ്വാസി. അത് അങ്ങനെ പറയല്ലേ. സത്യവിശ്വാസി എന്ന് പറയുമ്പോ മാറിയില്ലേ, അന്ധവിശ്വാസി. പറ്റുമോ? അതേത് കോഴിയെ പറ്റി? കുറച്ചൊരു മൊബൈല് പോയി കൊടുത്ത ഒരാൾ കുടുങ്ങി. ഇതൊക്കെ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചിക്ക? അല്ലാ, എന്തായാലും ഗൈസ്, ഇന്നത്തെ ചെറുക്കാനുള്ള ഭാഗം നിങ്ങൾക്ക് കിട്ടിയില്ലേ? വെച്ചതും കണ്ടതും കൊണ്ടതും എടുത്തതും ഒക്കെ ഒരാളാണ്.
പിന്നെ ക്യാമറ ഫസ്റ്റ് കുടുങ്ങിയത് ഞാന് കുട്ടീനെ തൊടിക്കാത്തത്, ഞാന് മുട്ട തൊടാത്തത്. ഞാന് ആ ബാക്കി പ്രേക്ഷകര് പറഞ്ഞോളി. അപ്പൊ ഇമ്പത്തെ വഞ്ചിത് കൊണ്ടിട്ടുണ്ടാവുന്നത്. അല്ലാ എന്തായാലും നല്ല വിറ്റായി ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആര് ചെയ്തതാണെന്ന് നമുക്കറിയില്ല. ആരും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കോഴി ഇട്ടതാവാം, അല്ലെങ്കിൽ കോഴി അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കണേ. എന്തായാലും ചെയ്യാൻ ആഗ്രഹിച്ചവര് ചെയ്യരുതില്ലേ. മുട്ടയുടെ വെച്ചിട്ടുണ്ടല്ലോ, ഇനി കാക്കൊണ്ടുപോകും നോക്കുക. ആര് ചെയ്യാൻ പെരയുടെ 4 പുറം ക്യാമറ ഞാൻ ഇരുത്തിയെടുത്ത് നോക്കൂ. എങ്ങനെ പറയണ്ട്? ഞാൻ തമ്പനയിൽ ഇങ്ങനെ കൊടുത്താലോ? മരുമോള് അമ്മായിമാരെ പുറത്താക്കാൻ വേണ്ടി മുട്ടയില് എഴുതി വെച്ചു. അത് നേരെ തിരിച്ചാണ് ഇപ്പൊ ഇങ്ങനെ വരിക. ഇതങ്ങനെ പറഞ്ഞു അമ്മായിമ ആ പൂർവത്രം ചെയ്തു. അതായത് ആളുകൾക്ക് ചിലപ്പോൾ തമ്പനയിൽ നമ്മൾ നെഗറ്റീവ് എഴുതുമ്പോൾ ഇത് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ മുതലെടുക്കുകയല്ല ഗൈസ്, ഇതിനോട് സാമ്യം വെക്കുകയാണ്. അതായത് വെറുതെ ജസ്റ്റ് എന്താവാണ് ഈ വീഡിയോകൾ എല്ലാവരും കാണാനും ചെറിക്കണം വേണ്ടിയിട്ട് ചെയ്യാണ്. കമന്റ് വായിക്കാൻ പഠിച്ചോ? ആ കൊടിയല്ല റബ്ബങ്ങൾ ദയവ് ഇത് ഇംഗ്ലീഷിൽ എഴുതെല്ലാരും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ് കൊണ്ട് പുറത്താവും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും തമ്പനയിൽ ഇങ്ങനെ ആക്കാം, മരുമകളെ പുറത്താക്കാൻ അമ്മായിമ്മ മുട്ടയിൽ ചെയ്ത കൂടോത്രം. അതെങ്ങനെ ഉണ്ടാവും? കണ്ടാ നിങ്ങൾ നെട്ടും. പോലെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല കഴിച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തമ്പനയിൽ വെക്കാം. ന്യൂഫലിന്റെ തമ്പനയിൽ പോലെ ആവില്ല വീഡിയോ എന്ന് എല്ലാവരും പറയും. നേരെ മറിച്ച് അതില് അമ്മായിമ്മയും മരുമകളും തെറ്റിന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇതിൽ കാണാനുള്ളത് നോക്കാൻ വേണ്ടി ഒക്കെ തെറ്റണ ആൾക്കാരാ. തെറ്റുന്നത് കാണാൻ വേണ്ടി എന്താ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും അല്ലേ. ഞങ്ങളാരും കുറ്റം പറയില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു സംഭവം അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. അല്ല ഞാനും അങ്ങനെ തന്നെ. എനിക്കൊക്കെ നെഗറ്റീവ് മൈൻഡ് ആയിക്കണം. ഇപ്പോൾ ആരെങ്കിലും തെറ്റിന്ന് പറയുമ്പോൾ അത് പോയിരുന്ന് കാണുക അങ്ങനത്തെ ഒക്കെ. അതിപ്പോ ഒരു പോക്ക് ആ ഒക്കെ ഇരുന്ന് കാണും. എന്താ ഇപ്പൊ കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും ആഗ്രഹം കേട്ടോ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും കാശ് ഓക്കെ. പിന്നെ അറിയാത്ത ആൾക്കാർ ഇവരൊക്കെ വലിയ നിശ്ചയം ഉണ്ടാവില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. ഓരോ ബൈക്ക് ഇങ്ങനെ ടപ്പ എന്ന് പറഞ്ഞിങ്ങനെ നടക്കും കാശ്.